അസ്സലാമു സജ്ന ഹൗസ് മേക്കർ എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സജ്ന എന്നാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ള പുതിയ യൂട്യൂബ് ചാനലാണ് ഈ സജ്ന ഹൗസ് മേക്കർ. ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ വീട്. 5 മാസമായി ഞങ്ങൾ ഇതിലേക്ക് താമസം മാറിയിട്ട്. അപ്പോൾ അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണിത്. ഇവിടെ നിന്ന് 2 ഡോറുകളുണ്ട് ഉള്ളിലേക്ക് കടക്കാൻ. ഒന്ന് ഓഫീസ് റൂമിലേക്കും ഒന്ന് ഹാളിലേക്കുമാണ്. അപ്പോൾ നമുക്കിനി ഹാളിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊരു ടേബിളും 6 ചെയറും പിന്നെ 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ TV ഇവിടെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ വീടിന് 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഒരു അടുക്കളയും ഒരു വർക്ക് ഏരിയയും പിന്നെ ഒരു ഓഫീസ് റൂമും പിന്നെ ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ നിലത്ത് പതിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റാണ്. ഈ ഡൈനിങ് ടേബിളും ഈ ചെയറൊക്കെ മലേഷ്യ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഡൈനിങ് ഹാളിൽ തന്നെ ഒരു ഷോക്കേസ് ഉണ്ട്. അതിൻ്റെ ഫ്രെയിം നമ്മൾ മരത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടെ കാണാം. ഈ പാല് കാച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഇവിടെ സുബൈക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്ന് ബാങ്ക് കൊടുത്ത് നമസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാച്ചിട്ടുള്ള പാലൊക്കെ കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോവുക. പിന്നെ ഉച്ചക്കത്തെ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഭക്ഷണം വിളമ്പുന്നതും കഴിക്കുന്നതും കാണിക്കുന്നില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. 3 കള്ളിയുള്ള ജനലാണ് ഈ അടുക്കളയിലുള്ളത്. അതുകൊണ്ട് നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അടുക്കളയിൽ. അടുക്കളയിലുള്ള ഈ ചുമര് മുഴുവനും നമ്മൾ ടൈൽസാണ് പതിച്ചിട്ടുള്ളത്. പിന്നെ സ്ലാബിനൊക്കെ കറുത്ത ഗ്രാനൈറ്റാണ് പതിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്യാബിനൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ. ഈ ക്യാബിൻ്റെ ഉള്ളിലത്തെ തട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഫെറോ സിമെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല ഉറപ്പും കിട്ടും, പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റും വരില്ല. പിന്നെ നമ്മൾ ഈ അടുക്കളൻ്റെ ക്യാബിനുകളും ബെഡ്റൂമിൻ്റെ അലമാരകളൊക്കെ ഈ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്കൊക്കെ നല്ല വൃത്തിയാണ്, നല്ല ഫിനിഷിങ്ങുമാണ്. ഇതൊക്കെയാണ് ഈ അടുക്കളൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയിലുള്ള വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി. ഈ അടുക്കളയിൽ ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്. 4 ചെയറോട് കൂടിയിട്ട് സെറ്റായിട്ടുള്ള ടേബിളാണ് ഇട്ടിട്ടുള്ളത്. 4 പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ടേബിളാണിത്. ഇനി നമുക്ക് സ്റ്റോർ റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ സ്റ്റോർ റൂമിൻ്റെ തട്ടുകളിലൊക്കെ നമ്മൾ നിലമ്പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, അത് പതിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്രാനൈറ്റോ ടൈൽസൊക്കെ പതിച്ച് കൊടുത്താൽ നമുക്ക് വൃത്തിയാക്കാനും തുടച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ അടുപ്പുള്ളത്. പുകയില്ലാത്ത അടുപ്പ് തന്നെ കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് കത്തും ചെയ്യും, പുകയൊന്നും ഇല്ലേനും കേട്ടോ. ഈ വീതലമ്മ നമ്മൾ പതിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് അല്ല കേട്ടോ, ടൈൽസാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ പുകക്കോയിലുണ്ടല്ലോ, ഇത് നമ്മൾ ചിമ്മിനിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പുറത്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചിമ്മിനിൻ്റെ മുകൾ വരെയാണ് കൊടുത്തിക്കുകയാണ്. ഇനി ഇതുപോലെ അടുപ്പ് പൂട്ടുന്നവർക്ക്, പുറത്ത് പുകക്കോയിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചിമ്മിനിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അടുപ്പ് നന്നായിട്ട് കത്തും ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലേനു. പിന്നെ ഈ വർക്ക് ഏരിയക്ക് നമ്മൾ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്ലാബുമ്പോൾ ഗ്രാനൈറ്റ് പതിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവാനും നമുക്ക് പാത്രം കഴുകാനൊക്കെ ഇവിടെ അതിന് സൗകര്യമുണ്ട്. സിങ്കൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനും ഈ വർക്ക് ഏരിയയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വീടിന് 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം കണ്ടു നോക്കാം. ഈ ബെഡ്റൂമിൽ നമ്മൾ ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ. ഹാളിൽ നിന്നും എല്ലാവർക്കും പോകാൻ പറ്റുന്ന രീതിയിലൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ബെഡ്റൂമുകളും എല്ലാ ഭാഗങ്ങളും ചെറുതായിട്ടൊന്നും കാണിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ വിശദമായിട്ട് റിപ്ലൈ തരാം. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഇതിൽ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഗസ്റ്റ് റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതിലുള്ള ഈ സെറ്റ് നമ്മൾ പറഞ്ഞ അളവെടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും കാണിച്ചു തരും ചെയ്തതാട്ടോ. ഇനി ഇത് കാണുന്നവർക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ശരിക്കും ഹോം ടൂർ ആയിട്ട് തന്നെ കാണിച്ചിട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ പറഞ്ഞു തരാം. പിന്നെ എൻ്റെ ഈ വീഡിയോയിലും എൻ്റെ സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ എനിക്ക് തിരുത്താമല്ലോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ വീട് സാധാരണക്കാർക്ക് പാകത്തെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു വീടാണ്. ഈ വീടിൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കോ കുടുംബങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ ചാനലിൽ കുക്കിംഗ്, വ്ളോഗ്, ചെറിയ ചെറിയ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ്, ടിപ്സ് അങ്ങനെയൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിച്ച് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, എന്നെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ചാനലിൽ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻസും അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.